ഫസ്റ്റത്തെ ലെസൺ എന്ന് പറയുന്നത് ഫേസ് യുവർ ഫിയർ എന്നുള്ളതാണ്. അതുതന്നെയാണ് മെയിൻ റീസൺ ഞാനിങ്ങനെ ക്യാമറയൊക്കെ ഓണാക്കിയിട്ട് ഇപ്പം വന്ന് സംസാരിക്കാൻ കാരണം എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നേ വന്നൊന്ന് സംസാരിക്കുക എന്നുള്ളത്. പേടി എന്നുള്ളതിലുപരി ഭയങ്കര ഒരു നാണക്കേട് കുറവൊക്കെയാണ്. അപ്പം ഈ വർഷം ഞാൻ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ഈ വർഷം എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എന്താണോ ഏറ്റവും പേടിയുള്ളത് അത് വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. ആ ഒരു കടമ്പ നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അത്ര ചലഞ്ചിങ് ആയിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല. ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളായിരുന്നു കേട്ടോ. അതായത് ഏതൊരാളടുത്തും പോയിട്ട് സംസാരിക്കാനും വേണ്ടിയിട്ട് ഭയങ്കര പേടിയും ആങ്സൈറ്റിയും ഒക്കെ ആയിരുന്നു. അപ്പം ഒരു മൊമെൻറ്റിൽ തന്നെ എനിക്ക് തോന്നിപ്പോയി ഇങ്ങനെ പോയാൽ പോരാ, ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം. അപ്പം ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആ ഒരു പേടി മാറ്റണം എന്ന് തോന്നിയൊരു സമയത്താണ് ഒന്നുമില്ല, ആൾക്കാരുടെ അടുത്ത് പേടി ഉണ്ടെങ്കിൽ പോലും ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് സംസാരിക്കുക, കമ്പനി ആവുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ അതെനിക്ക് എന്താ പറയുക, ആ ഒരു കാര്യം ഓക്കെ ആവാൻ തുടങ്ങിയത്. അതിൻ്റെ അർത്ഥം സോഷ്യൽ ആങ്സൈറ്റി കംപ്ലീറ്റ് ആയി പോയി എന്നൊന്നല്ല, ഈവൻ പേടി ഉണ്ടെങ്കിലും അത് മാനേജ് ചെയ്തിട്ട് കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കാനുള്ള ഒരു കഴിവ് ഞാൻ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് മാറ്റണം എന്നുള്ളതുകൊണ്ട് കോളേജിലൊക്കെ എത്തിയ സമയത്ത് ക്ലബ്ബുകളിലും കാര്യങ്ങളിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഈവൻ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയറും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പേടിയുണ്ടെങ്കിലും ആ ഒരു കോൺഫിഡൻസ് ഫേക്ക് ചെയ്തിട്ട് പോയി സംസാരിക്കും. അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് പഴയതുപോലെ തന്നെ ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ് ആവും, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാനായിട്ട് തുടങ്ങും. 2024 ഇപ്പം 2025 ഞാൻ എൻ്റെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ നോക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് എനിക്കിങ്ങനെ ക്യാമറയ്ക്കൊക്കെ മുന്നിൽ വന്നൊന്ന് സംസാരിക്കാനും അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ എവിടെയോ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയും ആങ്സൈറ്റിയും ഒക്കെ പിന്നെയും വന്നുപോയി. അപ്പം ഈ ഒരു കാര്യം എനിക്കങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഈ ഒരു വർഷം കഴിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്, കുറച്ച് ദിവസങ്ങളൂടെ ഇനി ബാക്കിയുള്ളൂ. അപ്പോഴെങ്കിലും ഞാനിത് ഈ ഒരു പേടിയുള്ള കാര്യം ഫേസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്കത് പറ്റിയെന്ന് വരില്ല. സോ നമ്മളൊന്നും ഇങ്ങനെ വൈകിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ ക്യാമറ ഓണാക്കി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ ഈ വർഷത്തെ വിഷൻ ബോർഡിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുള്ളൊരു കാര്യം കൂടെ ആയിരുന്നു, ഒരു കോട്ടാണ്, അല്ലെങ്കിൽ ഒരു അഫർമേഷനാണ്, ബി അഫ്രൈഡ് ആൻഡ് ഡു ഇറ്റ് എനിവേ. എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. പേടിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക. അതിനെപ്പറ്റി വേറെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ഒരു പേടിയുള്ള കാര്യം ഒന്നും നോക്കാതെ അങ്ങ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പേടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സക്സസ് ആണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് ഈ വർഷം ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതും മറ്റൊരാളിലൂടെ എനിക്ക് മനസ്സിലാക്കേണ്ടി വന്നിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ മൂഡ് എത്ര ശരിയല്ലെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെ കോണ്ടന്റ് ക്രിയേഷനിൽ ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടരുത്, അല്ലെങ്കിൽ ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ ആദ്യമേ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. അതുകൊണ്ട് ഈ ഒരു വർഷത്തിൻ്റെ ത്രൂ ഔട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വർഷത്തിൻ്റെ ഒരു ഹാഫ് ടൈമൊക്കെ ആയതിന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസെക്യൂരിറ്റി, സെൽഫ് ക്രിറ്റിസിസം, അതുപോലെ സെൽഫ് ജഡ്ജ്മെൻറ്റ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ കോണ്ടന്റ് ഭയങ്കര ക്രിഞ്ചാണ്, ഭയങ്കര രസമില്ല കാണാൻ, അങ്ങനത്തെ ഒക്കെ ഓരോ മൈൻഡ് സെറ്റ്, നെഗറ്റീവ് തോട്ട്സൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിലും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെൻറ്റാലിറ്റിക്ക് അനുസരിച്ച് തന്നെ അത്രയും മോശമായിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഞാൻ എൻ്റെ കോണ്ടന്റിനെ പറ്റി തന്നെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അതുപോലെ തന്നെ ക്രിഞ്ച് ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണോ ഞാൻ എന്നെപ്പറ്റി വിചാരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കോണ്ടന്റിനെ പറ്റി വിചാരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആയി മാറുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഞാൻ എൻ്റെ കോണ്ടന്റിനെ പറ്റി കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ എനിക്കതുപോലെ തന്നെ ഇഷ്ടപ്പെടാനും തുടങ്ങിയത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് നിങ്ങളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. സോ ഇതിന്ന് ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ നമ്മളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് അത് തന്നെ നമ്മുടെ ആക്ഷനിലും റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണ് ഒരിക്കലും ഞാൻ എൻ്റെ കോണ്ടന്റിനെ പറ്റിയോ എന്നെപ്പറ്റി തന്നെയോ പേർപ്പസ്ഫുള്ളി അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും പറയില്ല എന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നെഗറ്റീവ് തോട്ട്സ് വരും ആൻഡ് ഇറ്റ്സ് ടോട്ടലി ഓക്കെ. പക്ഷേ എന്നാൽ പോലും അതിനെ നമുക്കൊന്ന് കൺട്രോൾ വരുത്താൻ വേണ്ടി ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
എസ്പെഷ്യലി ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒരു വർഷം മുന്നേയൊക്കെ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അന്ന് 2025 തുടക്കത്തിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഈസ്തറ്റിക് പ്ലാനറൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ ഹാബിറ്റ് ട്രാക്കേഴ്സൊക്കെ വെച്ചിട്ട് കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷത്തിൻ്റെ എൻഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ടൂ മച്ച് പ്ലാനിങ് ഓൾവേസ് ലീഡ്സ് ടു ലാക്ക് ഓഫ് ആക്ഷൻ. ഒന്നാമത്തെ കാര്യം ഞാനിത് ഈ ഒരു വർഷം മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് റിസർച്ചും കൂടെ ചെയ്തപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, ആക്ച്വലി നമ്മൾ കുറേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് അതൊരു അച്ചീവ്മെൻ്റ് ആണോ അല്ലെങ്കിൽ അത് പ്ലാൻ ആണോ എന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് ബ്രെയിൻ തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആക്കിയിട്ട് കൺഫ്യൂസ്ഡ് ആക്കി എടുത്തതിന് ശേഷം അതൊരു എന്താ പറയുക, ഒരു ഡോപ്പമിൻ റിലീസ് ചെയ്യും. അതിൻ്റെ ഒപ്പം അതൊരു റിവാർഡായിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഓൾറെഡി നമുക്കൊരു റിവാർഡ് തരുന്നത് കൊണ്ട് തന്നെ ഇതിനായിട്ടൊരു ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആവേശം, ഒരു ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്തെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടും പറ്റൂല. ബേസിക്കലി എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു ഹൈ റിവാർഡ് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ലോ എഫേർട്ട് മതി. പക്ഷേ ആക്ഷൻ എന്ന് പറയുമ്പം ബിഗിനിങ്ങിൽ നമുക്കൊരു ലോ റിവാർഡ് മതി, പക്ഷേ നല്ലൊരു ഹൈ എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ പിന്നീട് നമുക്ക് ഒരു ബിഗ് റിവാർഡ് തരുന്നതും ഈ ഒരു ആക്ഷൻ തന്നെ ആയിരിക്കും. അപ്പം ഇതിനൊരു പരിഹാരം എന്ന പോലെ ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. ഈ വർഷം ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല 2026ലേക്ക്. അപ്പം ഞാൻ കുറേ പ്ലാനേഴ്സൊന്നും അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. ഒരു റോ ആയിട്ടുള്ളൊരു നോർമൽ നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനിങ് എഴുതി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. മാക്സിമം അത് റോ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. കുറേ ഏസ്തറ്റിക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറേ റിവാർഡ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആക്ഷനും പ്ലാനിങ്ങും ഒരുപോലെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സറൗണ്ടിങ്സ്, സർക്കിള്, കണക്ഷൻസ്, ഇതൊക്കെ നമ്മുടെ ഗ്രോത്തിനെയും സക്സസ്സിനെയും നന്നായിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. എൻ്റെ ഫ്രണ്ട് സർക്കിൾ മാറുന്നതിനനുസരിച്ചിട്ട് എൻ്റെ മെൻറ്റാലിറ്റിയിലും നല്ല ചേഞ്ചസ് വരുന്നത് ഞാൻ നന്നായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ എൻ്റെ മെൻറ്റാലിറ്റിയായിട്ട് ഒരു മാച്ച് ചെയ്യാത്ത ആൾക്കാരുടെ കൂടെ നടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി, ഞാൻ ചെയ്യുന്നത് ഭയങ്കര ഡെല്യൂഷണലാണെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാറി പുതിയ ആളുകളുമായിട്ട്, അതായത് ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത സമയത്താണ് ആക്ച്വലി ലൈഫിനൊരു പുതിയ പേഴ്സ്പെക്റ്റീവ് എനിക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങിയത്. എനിക്ക് ഫ്രണ്ട് സർക്കിളൊക്കെ വളരെ കുറവാണ്, പക്ഷേ ലക്കിലി എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എൻ്റെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് എന്നെ എപ്പോഴും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. എൻ്റെ കോണ്ടൻറ്റ് ക്രിയേഷനിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരായിരിക്കും. ലൈക്ക് ഞാൻ എന്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഫസ്റ്റ് തന്നെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് അവർ തന്നെയായിരിക്കും. പക്ഷേ അതിനെക്കാട്ടിലും ഉപരി ഈ ഒരു വർഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മുടെ അതേ മൈൻഡ് സെറ്റുള്ള, നമ്മുടെ അതേ പാഷനുള്ള ആളുകളുമായിട്ടൊരു നെറ്റ്വർക്ക്, കണക്ഷനൊക്കെ ബിൽഡ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവിനെ കൂടുതൽ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ വർഷം എൻ്റെ അതേ ടൈപ്പ് പാഷൻ ഷെയർ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഞാനൊരു കണക്ഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുള്ളത്, ഈ ഒരു ലെസൺ എന്ന് പറയുന്നത്. കാരണം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മുടെ അതേ പാഷൻ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ഒരിക്കലും എന്താ പറയുക, ഒരു ഇൻസെക്യൂരിറ്റിയോ, നമ്മൾ ബ്രോഡായിട്ട് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. നമ്മൾ ലൈഫിൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. നമുക്ക് നമ്മളോട് തന്നെ കൂടുതൽ കോൺഫിഡൻറ്റും എന്താ പറയുക, പ്രൗഡ് ഫീലൊക്കെ വരാനായിട്ട് തുടങ്ങും. ഞാൻ അത്യാവശ്യം നല്ല സെൽഫ് ലവ് ഉള്ള ഒരാളാണ്. സെൽഫ് ലവ് മാത്രമല്ല, സെൽഫ് റെസ്പെക്റ്റ്, അതുപോലെ എന്നെ തന്നെ നന്നായിട്ട് ടേക്ക് ചെയ്ത് കൊണ്ട് നടക്കുന്നതും എനിക്ക് നന്നായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നതും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ലവ് മൈ ഓൺ കമ്പനി. അപ്പം ഈ വർഷം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു റിയലൈസേഷനാണ്, യു ക്യാൻ ഫുള്ളി ലവ് യുവർ സെൽഫ് അൺലെസ് യു അക്സെപ്റ്റ് യുവർ ഓൾ സെൽഫ്. ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു പോസ്റ്റ് കണ്ടതിന് സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫീലായി. അതായത് എൻ്റെ ആ ഒരു ഓൾഡ് ടീനേജ് വേർഷൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഐ ലിറ്ററലി ഹേറ്റ് ഹെർ. ആൻഡ് ഞാൻ അതിനെപ്പറ്റി ഓർക്കാൻ തന്നെ ആഗ്രഹിക്കില്ല. അങ്ങനത്തെ ഒരു ടൈം ലൈൻ എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കലുള്ളത്. പക്ഷെ ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സൈക്കോളജിസ്റ്റ് ഫ്രണ്ടും ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്ന സമയത്ത് അവളാണ് എനിക്ക് റിയലൈസ് ചെയ്ത് തന്നിട്ടുള്ളത്, ലൈക്ക്
നമ്മളിതിനെ എത്രത്തോളം വെറുക്കുന്നുവോ അത്രത്തോളം നമ്മൾ ആ ഒരു ട്രോമ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ടേ പോകും എത്ര വയസ്സായി കഴിഞ്ഞാലും. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു കറൻറ്റ് വേർഷനെ ജെന്യൂനായിട്ട് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ എല്ലാ വേർഷനെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ലവ് ചെയ്യുകയും വേണം. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡ്രാസ്റ്റിക് ചേഞ്ചൊക്കെ വേണം, ആൾക്കാർ എന്നെ കാണുമ്പോൾ ബെയർലി റെക്കഗ്നൈസ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. കാരണം എനിക്ക് ഞാനായാൽ മതി, എൻ്റെ ആ ഒരു ഒതൻറ്റിക് സെൽഫായി കഴിഞ്ഞാൽ മതി. ഒബ്വിയസ്ലി പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലുള്ള എൻ്റെ ഓൾറെഡി ഉള്ള ആ ഒരു ഒതൻറ്റിക് സെൽഫിൻ്റെ ഒരു ബെറ്റർ വേർഷനായി മാത്രം മതി. അല്ലാതെ എനിക്ക് ഒരിക്കലും വേറൊരു വ്യക്തിയായിട്ട് മാറേണ്ട ആവശ്യമില്ല. സോ ഈ വർഷം ഞാൻ ലേൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ വർഷം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ എല്ലാ സെൽഫിനെയും ഞാൻ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുക, സ്നേഹിക്കുക. കാരണം അവരൊക്കെയാണ് എന്നെ ഇപ്പോഴുള്ള ഞാനാക്കി മാറ്റിയിട്ടുള്ളത്. എൻ്റെ അത്രയും അനുഭവങ്ങളാണ് എന്നെ ഈ ഒരു നിലയിലെത്തിച്ചിട്ടുള്ളത്. സോ എൻ്റെ ആ ഒരു ടീനേജ് വേർഷനോട്, ഞാൻ എപ്പോഴും വെറുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വേർഷനോട് ഇപ്പം ഞാൻ മനസ്സറിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യാനും ക്ഷമിക്കാനും വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്.